എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പേപ്പർ കപ്പ് വെച്ചിട്ടുള്ള നല്ലൊരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ പേപ്പർ കപ്പ് വെച്ച് ഓൾറെഡി ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുള്ളതാണ്. 1-2 ഐഡിയാസൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതും കൂടെ കാണാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതും നല്ല സിമ്പിളായിട്ടുള്ളതാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ അധികം പറഞ്ഞ് നീട്ടുന്നില്ല. ഇന്നത്തെ ഐഡിയ എന്താണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 എണ്ണമാണ് പേപ്പർ കപ്പ് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് നോക്കിയിട്ട് കട്ട് ചെയ്യാം. ഏകദേശം ഒരു 1.5 സെൻറ്റിമീറ്ററൊക്കെ ഗ്യാപ്പ് വെച്ചിട്ടാണ് ഞാനിങ്ങനെ സ്ട്രിപ്പുകൾ ഇടുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളും അറ്റം വരെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വിട്ട് പോരരുത്, നന്നായിട്ട് സൂക്ഷിച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വിടർത്തി കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ സ്ട്രിപ്പിൻ്റെയും ആ ഒരു അറ്റത്ത് ഒരു വി ഷേപ്പ് പോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരെണ്ണത്തിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ദേ ഇതുപോലെ ഞാൻ 6 എണ്ണവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് കളർ ചെയ്യാം. അപ്പോൾ ഞാൻ യെല്ലോ കളറാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓറഞ്ച് പോലത്തെ കളറോ അല്ലെങ്കിൽ യെല്ലോ അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ആക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് പേപ്പർ കപ്പ് ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് അടിച്ചാലും കുഴപ്പമില്ല കേട്ടോ, അധികം പെയിൻറ്റ് ചിലവാകണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ കുറച്ചൊരു മാറ്റിയെടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്താൽ മതി. കുപ്പിയിലേക്ക് വെള്ളം ഒഴിക്കരുത്, ഒരുപാട് ഒഴിക്കുകയും ചെയ്യരുത് കേട്ടോ. 2-3 തുള്ളിയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് വെച്ചതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു പേപ്പർ കപ്പ് ഗ്രീൻ കളർ കൊടുത്ത് വെച്ചിരുന്നു കേട്ടോ. അതെനിക്ക് ലീഫ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ലീഫ് കട്ട് ചെയ്തിട്ട് അതിന് ഈ മുകളിലൂടെ പെയിൻറ്റ് ചെയ്യാണ് കുറച്ചുകൂടെ പെയിൻറ്റ് ലാഭം. കാരണം ഇതാകുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പോകുമല്ലോ. അപ്പോൾ അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു കട്ടിയുള്ള കടലാസിൽ ലീഫിൻ്റെ ഷേപ്പ് വരച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് ലീഫാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ചെറിയ ഉണങ്ങിയിട്ടുള്ള ഇലയില്ലേ, നമ്മുടെ ഒറിജിനലായിട്ടുള്ള ഇല എടുത്തിട്ട് അതിന് ഒരു പച്ച കളർ കൊടുത്താലും മതി. അപ്പോൾ ലീഫ് ഡ്രൈ ലീഫ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റൊക്കെ ഞാൻ മുമ്പ് ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ കണ്ടാൽ മതി കേട്ടോ, അപ്പോൾ ഐഡിയ ഒക്കെ മനസ്സിലാവും. അപ്പോൾ കപ്പിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം ലീഫുകൾ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. വെറുതെ വേസ്റ്റാക്കി കളയണ്ട. എല്ലാ സൈഡിൽ നിന്നും ലീഫിൻ്റെ ഷേപ്പ് കിട്ടുന്നിടത്തൊക്കെ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ലീഫിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊരു വി ഷേപ്പ് പോലെ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടാവും ലീഫ് കാണാനായിട്ട്. കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് പതുക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ലീഫുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ചു കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പർ ഫ്ലവേഴ്സ് ഇല്ലേ, അതെടുക്കുക. എന്നിട്ട് അതിൽ ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് കുറച്ച് ഗമ്മാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ ഫെവിക്കോൾ വെച്ചിട്ടായാലും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഗമ്മാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരെണ്ണം വെച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കൈവച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു പെറ്റൽസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിക്കുക. ഇപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ. ഇതിങ്ങനെ മാറ്റി വയ്ക്കുക. എന്നിട്ട് അടുത്തതും ഇതുപോലെ ചെയ്യുക. അപ്പോൾ 2 വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 6 ഗ്ലാസ് എല്ലാം എടുത്തത്, അപ്പോൾ 3 ഫ്ലവേഴ്സ് കിട്ടും. അപ്പോൾ അതും ഇതുപോലെ തന്നെ സെൻറ്ററിൽ ഗമ്മാക്കിയിട്ട് ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ 2 പെറ്റലിൻ്റെ നടുവിൽ പുതിയതിൻ്റെ ഒരു പെറ്റൽ വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഇനി നിങ്ങൾക്ക് 2 എണ്ണത്തിന് വരെ 3 എണ്ണം വെച്ചാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും കേട്ടോ. ഇപ്പോൾ 3 എണ്ണത്തിൻ്റെയും ഏകദേശം പരിപാടിയായി. ഇനി ഇതിൻ്റെ നടുവിൽ ഒട്ടിക്കാൻ ഞാൻ ഇതുപോലത്തെ തെർമോക്കോൾ ബോൾസാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ബോളായിട്ട് ഒട്ടിക്കേണ്ട, അതിനെ പകുതിയാക്കിയിട്ട് നമുക്ക് ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈസിയാണ്. ഞാൻ ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ പകുതി കട്ട് ചെയ്തിട്ട് കറക്റ്റ് ആ സെൻറ്റർ ഫുള്ളും കവർ ചെയ്തിട്ട് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിച്ചണിൽ പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ പരിപ്പ് വേണമെങ്കിൽ എടുത്തിട്ട് ചെയ്യാം കേട്ടോ. അത് ഇതില്ല, ഇങ്ങനത്തെ ഒരു ചോയ്സ് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതാണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തെർമോക്കോൾ കട്ടർ വെച്ചിട്ട് ചെയ്യാണ് കൂടുതൽ നല്ലത് കേട്ടോ. കാരണം കൈ മുറിയാൻ ചാൻസ് വളരെ കൂടുതലാണ് ഈ ഒരു ബ്ലേഡ് വെച്ച് ചെയ്യുമ്പോൾ. പക്ഷേ എനിക്കെന്തോ കംഫർട്ടബിൾ ആണ് ഇങ്ങനെ ചെയ്യുമ്പോൾ, അതുകൊണ്ട് ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾ ബ്ലേഡ് എടുക്കണ്ട കേട്ടോ, പ്രത്യേകം പറയാണ്. ഇനി നമ്മൾ ആ ഒരു സെൻറ്ററിൽ കുറച്ച് ഫെവിക്കോൾ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പകുതി ബോൾസ് ഇങ്ങനെ നിരത്തി കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ ഉണങ്ങിയിട്ട് ബാക്കി കളർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ ബ്രൗൺ വേണമെങ്കിൽ ബ്രൗൺ കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ബ്ലാക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ വേഗം ബ്ലാക്ക് എടുത്ത് കൊടുത്താണ്.
ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ ആയിരിക്കും കൂടുതൽ യോജിക്കുക. അപ്പോൾ മൂന്നിൻ്റെയും നടുഭാഗം ഫുള്ള് നമുക്ക് പെയിൻറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഉണക്കിയിട്ട് കാണാം. ഈ ഒരു ബ്ലാക്ക് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു യെല്ലോ ഭാഗത്തോട്ടൊന്നും ആവാണ്ട് മാക്സിമം നോക്കുക കേട്ടോ. ചെറിയ ഗ്യാപ്പൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ ബ്രഷ് വെച്ച് ഇങ്ങനെ കുത്തി കുത്തി ഫുള്ളും ഫില്ല് ചെയ്തെടുക്കുക. ഇതുപോലെയാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. ഇപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു മെറ്റാലിക് പെയിൻറ്റ് ഗോൾഡൻ ഷെയ്ഡാണ്. ആ ഒരു ബ്ലാക്കിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ സൈഡിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഡിസൈൻ വരച്ചു കൊടുക്കണം കേട്ടോ. ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒട്ടിച്ച് വെക്കാനായിട്ട് ഇപ്പോൾ ഇതുപോലത്തെ ഒരു മരത്തിൻ്റെ കമ്പിൽ ഞാൻ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തെർമോക്കോളിൽ കുത്തി വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ഈ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഞാനിങ്ങനെ ഉറപ്പിച്ചതാണ് കേട്ടോ. പിന്നെ ഈ ഒരു പോട്ട് നമ്മൾ കിച്ചണിലൊക്കെ സോപ്പ് വരുന്ന ഒരു പ്രില്ലിൻ്റെ ബോക്സ് ഇല്ലേ, അതിൽ കല്ലൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ സ്ക്രീനായിട്ട് കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടാൽ മതി. എങ്ങനെയാണ് ഈ പോട്ട് ചെയ്യണതെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുപോലെ ഈ ഒരു മരക്കമ്പിൽ ഞാനിത് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പോകണം. അപ്പോൾ കുറച്ചുകൂടെ നീളത്തിലുള്ള കുറച്ച് വലുതിലായിരിക്കും കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക. കാരണം ഈ ഒരു ഫ്ലവർ കുറച്ച് വലുതാണല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തായാലും ഇതെൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഇതിൽ സ്റ്റിക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ അത് കുറച്ച് നല്ലൊരു കമ്പ് പുറത്ത് പോയിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരണം. നല്ല പറ്റിയ നമുക്ക് ഒട്ടിക്കാൻ പറ്റിയിട്ടുള്ളത്. എന്നിട്ട് അതിൽ നമ്മുടെ ലീഫും അതുപോലെ ഫ്ലവറും ഒക്കെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ പേപ്പർ ആയതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒട്ടിയിരുന്നോളൂ. അപ്പോൾ ലീഫൊക്കെ കുറച്ച് അധികം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഞാൻ അത്രയ്ക്കൊന്നും എടുത്തിട്ടില്ല, ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇനി നമുക്ക് ഈ ഒരു പോട്ടിൻ്റെ മുകളിൽ കുറച്ച് ഞാൻ വേസ്റ്റ് കവർ, തുണിയുടെ കവറാണിത്, അതിങ്ങനെ വെച്ച് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള കല്ലൊക്കെ ഉണ്ടെങ്കിൽ പലതരത്തിലുള്ള കിട്ടുമല്ലോ നമുക്ക്, അങ്ങനത്തെ പെബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ അല്ലെങ്കിൽ സാധാരണ നമ്മൾ കുഞ്ഞു കുഞ്ഞു കരിങ്കല്ലുകളൊക്കെ ഇല്ലേ, അത് നല്ല ഉരുണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ ഞാൻ ആ ഒരു ഗ്രീൻ ലീഫിന് ചെറുതായിട്ടൊന്ന് യെല്ലോ ഷെയ്ഡും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കുറച്ചുകൂടെ ഒരു ഭംഗി എനിക്ക് തോന്നുന്നത്, കണ്ടോ. അപ്പോൾ അതുപോലെയും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെയൊക്കെയാണ് ആയിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ ഹൈറ്റിലുള്ള കമ്പാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് വലിയ ഫ്ലവറിന് കുറച്ചുകൂടെ വലിയ സ്റ്റെമ്മായിരിക്കും കൂടുതൽ യോജിക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയാണ് ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഐഡിയയും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പേപ്പർ കപ്പ് വെച്ചിട്ട് നല്ലൊരു ഫ്ലവർ പോട്ട് ഉണ്ടാക്കുന്ന ഐഡിയ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരത് കണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള ലോജിക് മാജിക് വിത്ത് പ്രാർത്ഥന എൻ്റെ മോളുടെ ചാനലാണ്, എല്ലാവരും കണ്ടു നോക്കുക കേട്ടോ, ഇതുവരെ കാണാത്തവരാണെങ്കിൽ. അപ്പോൾ മിക്കവാറും ഇന്ന് പുതിയ വീഡിയോ ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അവൾക്ക് പിന്നെ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് അധികം അങ്ങനെ ടൈം കിട്ടില്ല. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു വീഡിയോയ്ക്ക് ഇപ്പോൾ തൽക്കാലം ഇടാനായിട്ട് പറ്റുള്ളൂ. പിന്നെ പ്രാർത്ഥനാസ് വേൾഡും അതുപോലെ സമയം കിട്ടുമ്പോൾ കണ്ടു നോക്കുക. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ്, അത് പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതാണ് ആ ഒരു പേജും ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ പറഞ്ഞ് നിർത്തുകയാണ്. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കിടിലൻ ഐഡിയ ആയിട്ട് നാളെ വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക് യു.